ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആക്സിയം 4 ബഹിരാകാശ ദൌത്യത്തിന് ശേഷം ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ള സംഘം ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. 2047 ഇന്ത്യയെ വികസിതമാക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് നിർണായകമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. നിരന്തര ഇടപെടലിന്റെ ഫലമെന്ന് കേന്ദ്ര സർക്കാർ. ഭീകരത, തീവ്രവാദം എന്നീ വിഷയങ്ങളിൽ ഷാങ്ഹായ് സഹകരണ സംഘടന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ചരിത്രം കുറിച്ച് 18 ദിവസത്തെ ആക്സിയം 4 ബഹിരാകാശ ദൌത്യത്തിന് ശേഷം ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. 4 അംഗ സംഘത്തെയും വഹിച്ചുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഇന്ന് ഉച്ചയ്ക്ക് കാലിഫോർണിയക്കടുത്തുള്ള സാൻ ഡീഗോ തീരത്ത് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ലാൻഡിംഗ് നടത്തി. സഞ്ചാരികളെല്ലാം സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് അധികൃതർ അറിയിച്ചു. 4 യാത്രികരും ഒരാഴ്ചത്തെ ആരോഗ്യ നിരീക്ഷണത്തിലായിരിക്കും. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തിൽ ജൂൺ 26-നാണ് സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയത്. ഇതോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടം ശുഭാൻഷു സ്വന്തമാക്കി. ആക്സിയം 4 ബഹിരാകാശ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ശുഭാൻഷു ശുക്ലയെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ദൌത്യത്തിലെ ശുഭാൻഷുവിന്റെ പങ്ക് ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണത്തിലെയും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അന്താരാഷ്ട്ര സഹകരണത്തിലെയും പുതിയ നാഴികക്കല്ലാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ശുഭാൻഷുവിന്റെ ധൈര്യവും സമർപ്പണവും ഇന്ത്യൻ ജനതയുടെ സ്വപ്നങ്ങൾക്ക് പ്രചോദനം നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബഹിരാകാശ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയെയും ആക്സിയം 4 ദൌത്യ സംഘത്തെയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഇന്ന് ഒരു ശാശ്വത ഇടം കണ്ടെത്തിയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യക്ക് ഇത് മഹത്വപൂർണമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. भारत मां का एक पुत्र आज कामयाबी से लौटा है, एक ऐसे प्रयोग से, एक ऐसी यात्रा से जिसमें बहुत सारे ऐसे एक्सपेरिमेंट्स किए गए जो पहले कभी ना किए गए थे, लेकिन जिनका समस्त मानव जाति के लिए महत्व रहेगा. आज वास्तव में विश्व बंधु के रूप में शुभांशु ने हमारी तर्जुमानी करते हुए वो काम वहां अंजाम दिया है और ये कह सकते हैं कि अंतरिक्ष में एक स्थायी स्थान भारत को आज स्थापित करने का अवसर भी रहा, सफलता भी रही. ആഗോളതലത്തിൽ സുപ്രധാന ശക്തിയാവുക എന്നതാണ് ഇന്ത്യയുടെ ദേശീയ ലക്ഷ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒഡീഷയിലെ കട്ടക്കിൽ റാവൺ ഷാ സർവകലാശാലയുടെ 13ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ബഹിരാകാശം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, കൃത്രിമ ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഏറെ മുന്നിലാണെന്നും 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് നിർണായകമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ഉപരിപഠനത്തിൽ പെൺകുട്ടികൾ പ്രകടിപ്പിക്കുന്ന പ്രാഗൽഭ്യത്തെക്കുറിച്ച് പരാമർശിച്ച രാഷ്ട്രപതി വനിതാ ശാക്തീകരണത്തിൽ നിന്ന് വനിതകളാൽ നയിക്കപ്പെടുന്ന നിലയിലേക്ക് രാജ്യം മാറുന്നതിന്റെ ദിശാസൂചകമാണിതെന്നും വ്യക്തമാക്കി. I am told that this year girl students have topped in 21 out of 27 departments. Over the last 5 years, girl students have consistently outperformed boys in academics. This reflects India's shift from women empowerment to women-led development. യമനിൽ നാളെ നടത്താനിരുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. നിമിഷപ്രിയയുടെ കുടുംബത്തിന് എതിർകക്ഷിയുമായി സംസാരിച്ച് പരിഹാരത്തിലെത്താൻ കൂടുതൽ സമയം തേടുന്നതിന് സർക്കാർ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായാണ് വധശിക്ഷ മാറ്റിയതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. കേസിന്റെ തുടക്കം മുതൽ വിഷയത്തിൽ സാധ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകിയിരുന്നു. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പ്രാദേശിക ജയിൽ അധികൃതരുമായും പ്രോസിക്യൂട്ടറുടെ ഓഫീസുമായും നിരന്തരം ബന്ധപ്പെട്ടതും ശിക്ഷ മാറ്റിവെക്കുന്നതിന് കാരണമായി. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിയതിൽ സന്തോഷമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ.
ആശ്വാസ വാർത്തയ്ക്ക് കാരണം പല തലങ്ങളിൽ നിന്നുള്ള കൂട്ടായ പരിശ്രമമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ച വാർത്ത ആശ്വാസജനകവും പ്രതീക്ഷാ നിർഭരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ 35% മാത്രമേ 2030 കൈവരിക്കാൻ കഴിയൂ എന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. 2030 എന്ന സമയപരിധി പാലിക്കാൻ സാധിക്കാത്തത് ഒരു ആഗോള വികസന അടിയന്തരാവസ്ഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2025 റിപ്പോർട്ടിന്റെ പ്രകാശന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വിദ്യാർത്ഥികൾ അവരുടെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നേടണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാതൃഭാഷയിൽ നേടുന്ന വിദ്യാഭ്യാസം സമ്പന്നമായ ഇന്ത്യൻ സംസ്കാരത്തെ സംരക്ഷിക്കുക മാത്രമല്ല, ആഴത്തിൽ വേരൂന്നിയ പാരമ്പര്യത്തെയും നിലനിർത്തുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഒഡീഷയിലെ കട്ടക്കിൽ നടന്ന ചടങ്ങിൽ ഒഡിയ കവിയും പണ്ഡിതനുമായ ആദികവി സർളദാസിന്റെ 600ാം ജന്മവാർഷിക ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ചടങ്ങിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് 2024 കലിംഗരത്ന അവാർഡ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. ഭീകരത, വിഘടനവാദം, തീവ്രവാദം എന്നീ വിഷയങ്ങളിൽ ഷാങ്ഹായ് സഹകരണ സംഘടന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ചൈനയിലെ ടിയാൻജിനിൽ ഇന്ന് നടന്ന SCO വിദേശകാര്യമന്ത്രിമാരുടെ കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ മതപരമായി ഭിന്നിപ്പിക്കുക, ജമ്മു കാശ്മീരിന്റെ വിനോദസഞ്ചാര സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബീജിംഗിൽ SCO അംഗങ്ങൾക്കൊപ്പം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സന്ദർശിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ചൈനീസ് പ്രസിഡന്റിനെ അറിയിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. SCO വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ S. ജയശങ്കർ ഇന്നലെയാണ് ബീജിംഗിലെത്തിയത്. 7 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. 7 വയസ്സ് തികഞ്ഞെങ്കിലും ഇതുവരെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണ് നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് പൂർത്തിയാക്കേണ്ടത്. 7 വയസ്സിന് ശേഷവും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് പൂർത്തിയായില്ലെങ്കിൽ നിലവിലുള്ള ആധാർ നമ്പർ നിർജ്ജീവമായേക്കാം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നു മുതൽ ഈ മാസം 19 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27 രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 124ാം പതിപ്പാണിത്. നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം 25 വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 21 ആരംഭിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിലനിൽക്കെയാണ് തീരുമാനം. ഓഗസ്റ്റ് 12 വരെയാണ് വർഷകാല സമ്മേളനം. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് മേഖലയിൽ സർക്കാരിന്റെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ഏജൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ഈ മാസം 28 ഉച്ചയ്ക്ക് 1 മണിവരെ ടെൻഡർ സമർപ്പിക്കാം. ജോർജിയയിലെ ബറ്റൂമിയിൽ നടക്കുന്ന ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് 4ാം റൌണ്ടിൽ ഇന്ത്യൻ താരങ്ങൾ നാളെ മാറ്റുരയ്ക്കും. ക്വാർട്ടർ ഫൈനലിൽ സ്ഥാനമുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 6 വൈശാലി, ഹരിക ദ്രോണവല്ലി, കൊനേരു ഹംപി, ദിവ്യ ദേശ്മുഖ് എന്നിവരാണ് 4ാം റൌണ്ടിൽ മത്സരിക്കുന്നത്. കേരളത്തിന്റെ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. കേന്ദ്ര സർക്കാരിന്റെ ഭരണ പരിഷ്കരണ വകുപ്പിന്റെ സംസ്ഥാന സഹകരണ സംരംഭ പദ്ധതിയുടെ കീഴിൽ നടപ്പാക്കുന്ന 11 ഇനങ്ങളിൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതി 1ാം സ്ഥാനം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ആക്സിയം 4 ബഹിരാകാശ ദൌത്യത്തിന് ശേഷം ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ള സംഘം ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് നിർണായകമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. നിരന്തര ഇടപെടലിന്റെ ഫലമെന്ന് കേന്ദ്ര സർക്കാർ.
ഭീകരത, തീവ്രവാദം എന്നീ വിഷയങ്ങളിൽ ഷാങ്ഹായ് സഹകരണ സംഘടന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.